തൃക്കടവൂർ ശിവരാജുവിനെ ശിവരാജുവിനെയാണ് ഇപ്പോൾ പെരുമ്പഴയുടെ മണ്ണിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ആനപ്രേമികളുടെ ഇഷ്ട ഗജവീരൻ, തെക്കിന്റെ ഗജവീരൻ എന്നൊക്കെ അറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജുവാണ് ഇപ്പോൾ കേരളപുരത്തിന്റെ മണ്ണിലെത്തിയിരിക്കുന്നത്. തൃക്കടവൂർ ശിവരാജുവിന് സ്വീകരണമാണ് ഇപ്പോൾ നടക്കുന്നത്. വമ്പൻ സ്വീകരണമാണ്. തൃക്കടവൂർ ശിവരാജുവിന് വമ്പൻ സ്വീകരണമാണ് ഇപ്പോൾ ഫ്രണ്ട്സ് പെരുമ്പുഴ ഒരുക്കിയിരിക്കുന്നത്. കേരളം ഏതെല്ലാം വേദികൾ കാത്തിരുന്നാലും എവിടെയെല്ലാം ആവേശം നിറഞ്ഞാലും അവിടെയെല്ലാം താരമായി അവതരിക്കുന്ന തിരുവനന്തപുരം മര്യാദ മാതംഗ ഗജരാജ പ്രജാപതി കണഭരത്നം തനിക്കായി ജീവിതം തന്നെ മാറ്റിവെച്ച അച്ഛനും മകനുമായ ഗോപാലകൃഷ്ണന്റെയും മനോജിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിത വരികയാണ് ശിവദാസൻ. പലനാടും കടന്ന് തിരുവിതാംകൂറിന്റെ പെരുമയ്ക്ക് മഹനീയതയുടെ തിലകം ചൂടിച്ച ശിവദാസൻ തർക്കമില്ലാത്ത തറവാടിത്തത്തോടെ തെക്കിന്റെ നാട് അടക്കി വാഴുന്ന തിരുവിതാംകൂറിന്റെ ശൈവനായകൻ. എണ്ണമറ്റ അംഗീകാരങ്ങളുടെ നിറവിൽ ചരിത്രം രചിച്ച സംഗീത തേജസ് കേരളത്തിന്റെ അത്യുന്നതങ്ങൾക്ക് അധിപതിയാകുവാൻ ആരാധകരുടെ ഏകതാരിൽ സ്ഥാനമുറപ്പിച്ച ഒരേ ഒരു കടവൂരാൻ വരികയാണ്. തനിക്കായി ഒരുക്കിയ വേദികളിൽ, തന്റെ തിരുനാമം പുലരുന്ന വീഥികളിൽ, താൻ വരുന്ന മണ്ണിന്റെയും തെക്കൻ തിരുവിതാംകൂറിന്റെയും നാമം കുറിച്ചിട്ട് മടങ്ങുവാൻ കടന്നു വരുന്നു. ഇതിലേക്ക് ഏകസഖ്യശ്രേഷ്ഠാധിപതി തൃക്കടവൂർ ശിവരാജുവിനാണ് ഇപ്പോൾ സ്വീകരണം നൽകുന്നത്. ഇതിനു മുകളിൽ ആവേശം മുഴക്കാൻ ആരുണ്ടെന്ന തെക്കൻ തട്ടകത്തിൽ നിന്നും വടക്കൻ പടക്കലങ്ങളും വാശിയേറിയ പൂരസൗകര്യങ്ങളും കീഴടക്കി നിന്ന് ഒരേ ഒരു തെക്കിന്റെ തേവർ. അതെ, ഏതെല്ലാം വേദികൾ കാത്തിരുന്നാലും എവിടെയെല്ലാം ആവേശം നിറഞ്ഞാലും അവിടെയെല്ലാം താരമായി അവതരിക്കുന്ന തിരുവനന്തപുരം മര്യാദ മാതംഗ ഗജരാജ പ്രജാപതി കണഭരത്നം തൃക്കടവൂർ ശിവരാജു. തനിക്കായി ജീവിതം തന്നെ മാറ്റിവെച്ച അച്ഛനും മകനുമായ ക്ഷത്രക്കാർ ഗോപാലകൃഷ്ണന്റെയും മനോജിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിത വരികയാണ് ശിവദാസൻ. പലനാടും കിടന്ന് തിരുവിതാംകൂറിന്റെ പെരുമയ്ക്ക് മഹനീയതയുടെ തിലകം ചൂടിച്ച ശിവദാസൻ തർക്കമില്ലാത്ത തറവാടിത്തത്തോടെ തെക്കിന്റെ നാട് അടക്കി വാഴുന്ന തിരുവിതാംകൂറിന്റെ ശൈവനായകൻ. എണ്ണമറ്റ വേദികളിൽ എഴുന്നള്ളി നിന്ന് അംഗീകാരങ്ങളുടെ നിറവിൽ ചരിത്രം രചിച്ച സംഗീത തേജസ് കേരളത്തിന്റെ അത്യുന്നതങ്ങൾക്ക് അധിപതിയാകുവാൻ ആരാധകരുടെ ഏകതാരിൽ സ്ഥാനമുറപ്പിച്ച ഒരേ ഒരു കടവൂരാൻ വരികയാണ്. തനിക്കായി ഒരുക്കിയ വേദികളിൽ, തന്റെ തിരുനാമം വളരുന്ന വീഥികളിൽ, താൻ വരുന്ന മണ്ണിന്റെയും തെക്കൻ തിരുവിതാംകൂറിന്റെയും നാമം കുറിച്ചിട്ട് മടങ്ങുവാൻ കടന്നു വരുന്നു. ഇതിലേക്ക് ഏകസഖ്യശ്രേഷ്ഠാധിപതി തെക്കിന്റെ തേവർ തൃക്കടവൂർ ശിവരാജു. എല്ലാം വന്നാലും അതിലെല്ലാം മുകളിൽ എഴുന്നള്ളി നിൽക്കാൻ പോകുന്ന എണ്ണം പറഞ്ഞ നാട്ടാണ് സ്വന്തം. ഇതിനു മുകളിൽ ഒരാവേശം ഒഴുക്കാൻ ആരുണ്ടെന്ന തെക്കൻ തട്ടകത്തിൽ നിന്നും വടക്കൻ പടക്കലങ്ങളും വാശിയേറിയ പൂരസൗകര്യങ്ങളും കീഴടക്കി നിന്ന ഒരേ ഒരു തെക്കിന്റെ തേവർ. അതെ, ഏതെല്ലാം വേദികൾ കാത്തിരുന്നാലും എവിടെയെല്ലാം ആവേശം നിറഞ്ഞാലും അവിടെയെല്ലാം താരമായി അവതരിക്കുന്ന തിരുവനന്തപുരം മര്യാദ മാതംഗ ഗജരാജ പ്രജാപതി കണഭരത്നം തൃക്കടവൂർ ശിവരാജു. തനിക്കായി ജീവിതം തന്നെ മാറ്റിവെച്ച അച്ഛനും മകനുമായ ക്ഷത്രക്കാർ ഗോപാലകൃഷ്ണന്റെയും മനോജിന്റെയും ശിവദാസൻ. മലയാളം കടന്ന തിരുവിതാംകൂറിന്റെ പെരുമയ്ക്ക് മഹനീയതയുടെ വിലകം ചൂടിച്ച ശിവദാസൻ തർക്കമില്ലാത്ത തറവാടിത്തത്തോടെ തെക്കിന്റെ ഞാൻ പറയാം, പെയ്യെ പോണേ. പോട്ടെ, ഹെൽമെറ്റ് ഞാൻ വെച്ചോളാം. പോലെ 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 എടുക്കല്
ആ പോട്ടെ. ഇപ്പോൾ തൃക്കടവൂർ പെയ്യെ പോണം, പെയ്യെ. തൃക്കടവൂർ ശിവദാസന് സ്വീകരണം കൊടുക്കും. പെയ്യെ പോടാ. നീ ഒന്ന് നിർത്തേ, നീ ഒന്ന് നിർത്തേ. അതിൻ്റെ മുമ്പേ പോട്ടെ. വേണത് ഇപ്പോൾ തൃക്കടവൂർ ശിവദാസനെ സ്വീകരിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. പെരുമ്പുഴ ഫ്രണ്ട്സാണ് തൃക്കടവൂർ ശിവദാസിനെ പെരുമ്പുഴ തൃക്കോയിക്കൽ മഹാവിഷ്ണു മഹാദേവർ ക്ഷേത്രത്തിലെ തിരുവുത്സവമായിട്ട് എഴുന്നള്ളിക്കാനായി എത്തിയിരിക്കുന്നത്. കേരളപുരത്ത് നിന്നും ഫ്രണ്ട്സ്, പെരുമ്പുഴ ഫ്രണ്ട്സ് ടീം അംഗങ്ങൾ തൃക്കടവൂർ ശിവദാസനെ സ്വീകരിച്ചുകൊണ്ട് പെരുമ്പുഴയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സ്വീകരിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഫ്രണ്ട്സ് പെരുമ്പുഴ ഫ്രണ്ട്സ് പെരുമ്പുഴ അണിയിച്ചെടുക്കുന്ന ഘോഷയാത്രയാണ് ഇപ്പോൾ ഈ നമുക്ക് പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എടുത്തോട്ട് ആ വണ്ടി വിടാൻ വേണ്ടിയാണ് എടുത്തോട്ട്. തെക്കൻ കേരളത്തിലെ തിരുവിതാംകൂറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആനയാണ് ഗജവീരൻ. തെക്കൻ കേരളത്തിൻ്റെ ഗജവീരനാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട്സ് പെരുമ്പുഴയാണ് ഇപ്പോൾ ഈ ആനയെ, ഗജവീരനെ തൃക്കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത്. ഫ്രണ്ട്സ് പെരുമ്പുഴയാണ്. തൃക്കടവൂർ ശിവരാജുവാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തൃക്കടവൂർ ശിവരാജിന് വരുന്ന സ്വീകരിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഫ്രണ്ട്സ് പെരുമ്പുഴയാണ് തൃക്കടവൂർ ശിവരാജിനെ നല്ല ഒരു സ്വീകരണമാണ് തൃക്കടവൂർ ശിവരാജിന്. അത് ആമത്രൈകളുടെ ഗജവീരൻ, ഏറ്റവും തെക്കിൻ്റെ ഏറ്റവും വലിയ ഗജവീരൻ, കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആനകളിലൊന്നായ തൃക്കടവൂർ ശിവരാജുവിനെയാണ് ഇപ്പോൾ പെരുമ്പുഴയിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് കാണാം തെക്കിൻ്റെ ദേവത്തെ എന്നറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജുവിനെ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ആനക്കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആനകളിൽ ഒന്നായ തൃക്കടവൂർ ശിവരാജിനെ സ്വീകരിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വണ്ടി സ്റ്റാർട്ടാക്കിയത് വണ്ടി പോരുത്. വലിയൊരു സ്വീകരണമാണ് പെരുമ്പുഴ ഫ്രണ്ട്സ് തൃക്കടവൂർ ശിവരാജിന് വേണ്ടി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി ആണ് പെരുമ്പുഴ തൃക്കോയിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് തൃക്കടവൂർ ശിവരാജുവിനെ പെരുമ്പുഴയിലേക്ക് എത്തുന്നത്. പെരുമ്പുഴ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ടീമാണ്, ഒരു കൂട്ടായ്മയാണ് തൃക്കടവൂർ ശിവരാജുവിനെ പെരുമ്പുഴയിലേക്ക് എത്തിക്കുന്നത്. മനോഹരമായ ഒരു ഘോഷയാത്ര സ്വീകരണമാണ് ഫ്രണ്ട്സ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്.
ശിവരാജു. തെക്കിന്റെ തേവർ എന്നറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജുവിനെ പെരുമ്പുഴയിലേക്ക് എത്തിക്കുകയാണ്. പെരുമ്പുഴ തൃക്കോയിക്കൽ ശ്രീ മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന്റെ ഭാഗമായാണ് ഈ ശിവരാജു എന്ന ആനയെ പെരുമ്പുഴയിലേക്ക് എത്തിക്കുന്നത്. ഫ്രണ്ട്സ് പെരുമ്പുഴ എന്ന ഒരു ടീമാണ് ഈ ആനയെ പെരുമ്പുഴയിൽ എത്തിക്കുന്നത്. ആന കേരളപുരത്തെത്തിയ ആനയ്ക്ക് കേരളപുരത്തു നിന്നും വമ്പൻ സ്വീകരണമാണ് ഫ്രണ്ട്സ് കേരളപുരം ഒരുക്കിയിരിക്കുന്നത്. ഫ്രണ്ട്സ് കേരളപുരത്തിന്റെ അംഗങ്ങൾ ബൈക്കിന്റെയും കാറിന്റെ ഒക്കെ അകമ്പടിയോടുകൂടിയാണ് തൃക്കടവൂർ ശിവരാജുവിനെ പെരുമ്പുഴയിലേക്ക് ആനയിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തൃക്കടവൂർ ശിവരാജു, തെക്കിന്റെ തേവർ എന്നറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജുവാണ് ഈ കടന്നു വരുന്നത്. ആനക്കേരളത്തിന്റെ തലയെടുപ്പുള്ള ആനകളിൽ ഒന്നാണ് തെക്കിന്റെ തേവർ എന്നറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജു. തൃക്കടവൂർ ശിവരാജുവിനെ വലിയ സ്വീകരണം നൽകിക്കൊണ്ടാണ് കേരളപുരത്ത് നിന്നും വലിയ സ്വീകരണത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് പെരുമ്പുഴയിലേക്ക് പോകുന്നത്. ഫ്രണ്ട്സ് പെരുമ്പുഴയാണ് തൃക്കടവൂർ ശിവരാജുവിനെ ഇപ്പോൾ പെരുമ്പുഴയിൽ എത്തിക്കുന്നത്. സ്വീകരണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനയുടെ വണ്ടിയുടെ മുമ്പിൽ തെക്കിന്റെ തേവർ എന്നറിയപ്പെടുന്ന ഗജരാജന്മാരിൽ തലയെടുപ്പുള്ള ആനകളിലെ പ്രധാനപ്പെട്ട ആനയായ തൃക്കടവൂർ ശിവരാജുവിനെ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ്. പെരുമ്പുഴ തൃക്കോയിക്കൽ ശ്രീ മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായാണ് തൃക്കടവൂർ ശിവരാജുവിനെ പെരുമ്പുഴയിലേക്ക് എത്തിക്കുന്നത്. പെരുമ്പുഴ ഫ്രണ്ട്സ് എന്ന കൂട്ടായ്മയാണ് തൃക്കടവൂർ ശിവരാജുവിനെ പെരുമ്പുഴയിലെത്തിക്കുന്നത്, തൃക്കോയിക്കൽ അമ്പലത്തിലേക്ക് എത്തിക്കുന്നത്. അച്ഛനും മകനും ഒന്നാം പാപ്പനും രണ്ടാം പാപ്പനും ആയി പ്രവർത്തിക്കുന്ന ആനയാണ് തൃക്കടവൂർ ശിവരാജു. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കൗതുകമാണത്. അച്ഛൻ രണ്ടാം പാപ്പാനും മകൻ ഒന്നാം പാപ്പാനുമായുള്ള ആനയാണ് കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗജവീരന്മാരിൽ ഒന്നാണ് തൃക്കടവൂർ ശിവരാജു. തനിക്കായി ജീവിതം മാറ്റിവെച്ച അച്ഛനും മകനുമായ ചുട്ടക്കാർ ഗോപാലന്റെയും മനോജിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിത വരികയാണ് തൃക്കടവൂർ ശിവരാജുവാണ് ഇപ്പോൾ പെരുമ്പുഴയിലേക്ക് പ്രധാനിയായി ഇന്ന് നിലകൊള്ളുന്ന തെക്കിന്റെ തൃക്കടവൂർ ശിവരാജു എവിടെ ഇറങ്ങുന്നു? വേണ്ടി ഈ തൃക്കടവൂർ ശിവദാസിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി പെരുമ്പുഴയിൽ നിരവധി ആളുകളാണ് ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. തൃക്കടവൂർ ശിവരാജുവിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹന ഘോഷയാത്ര ഇത് ഇപ്പോൾ തന്നെ പെരുമ്പുഴയിൽ എത്തിച്ചേർന്നാൽ പെരുമ്പുഴ ഫ്രണ്ട്സാണ് തൃക്കടവൂർ തൃക്കടവൂർ ശിവരാജുവിനെ പെരുമ്പുഴയിലെത്തിയിരിക്കുന്നത്. തൃക്കടവൂർ ശിവരാജുവിനെ കാണാൻ വേണ്ടിയിട്ട് ആനപ്രേമികൾ നിരവധി ആളുകളാണ് പെരുമ്പുഴയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തെക്കിൻ്റെ
തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കരിവീരനാണ് തൃക്കടവൂർ ശിവരാജു. ആ ശിവരാജുവിനെ ആണ് പെരുമ്പുഴ തൃക്കോയിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ് പെരുമ്പുഴയാണ് തൃക്കടവൂർ ശിവദാസിനെ ഈ പെരുമ്പുഴയിൽ എത്തിക്കുന്നത്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് തൃക്കടവൂർ ശിവരാജുവിനെ പെരുമ്പുഴയിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. കേരളപുരത്തു നിന്നും ആരംഭിച്ച സ്വീകരണ ഘോഷയാത്രയാണ് തൃക്കടവൂർ തെക്കിൻ്റെ തേവർ എന്നറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജുവിനെ സ്വീകരിച്ചുകൊണ്ട് ഫ്രണ്ട്സ് പെരുമ്പുഴയാണ് ഇപ്പോൾ ഈ തൃക്കടവൂർ ശിവരാജുവിനെ സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ നിരവധി പ്രവർത്തകരാണ് ഈ ബൈക്ക് ഘോഷയാത്രയുമായി ജനാവലിയാണ് പെരുമ്പുഴയിൽ ശിവരാജുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു വൻ ജനാവലി തന്നെ തടിച്ചുകൂടിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മൗട്ടത്ത് രാജേന്ദ്രൻ, ഗജരാജൻ മൗട്ടത്ത് രാജേന്ദ്രനും പെരുമ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. ആനയെ ഇപ്പോൾ വാഹനത്തിൽ നിന്നും പുറത്തിറക്കാൻ പോവുകയാണ്.
പെരുമ്പുഴ തൃക്കോയിക്കൽ മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നിരവധി കേരളത്തിലെ എണ്ണം പറഞ്ഞ നിരവധി ആനകളാണ് ഇന്ന് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആനയാണ് തൃക്കടവൂർ ശിവരാജു, തെക്കിൻ്റെ ദേവർ എന്നറിയപ്പെടുന്ന ഇന്ന് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആനകളിലൊന്നാണ് തൃക്കടവൂർ ശിവരാജു. ശിവരാജുവിനെയാണ് പെരുമ്പുഴ ഫ്രണ്ട്സ് എന്ന കൂട്ടായ്മ എത്തിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി ആനകൾ നമുക്കിപ്പോൾ കാണാം. മധുരപ്പുറം കണ്ണൻ, ഇത് മധുരപ്പുറം കണ്ണനാണ്. അങ്ങനെ നിരവധി ആനകളെയാണ് നിരവധി കൂട്ടായ്മകൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ആരെല്ലാം വന്നാലും അതിനെല്ലാം മുകളിൽ എഴുന്നേൽ നിൽക്കാൻ വേണ്ട എണ്ണം കൊണ്ട് നാട്ടാളെ ചെല്ലും. ഇതിനുള്ളിൽ ഒരാവേശം നടക്കാൻ ആരോഗ്യം തെക്കൻ പട്ടണത്തിൽ നിന്ന് വടക്കൻ പുറങ്ങളിലും മാസിയേറിയ പുറസഭകളിലും കീഴടക്കി നിന്ന ഒരു തെക്കിന്റെ ഏതെല്ലാം വേദികൾ കാത്തിരുന്നാലും എവിടെയെല്ലാം ആവേശം നിറഞ്ഞാലും അവിടെയെല്ലാം പ്രാണമായി അവതരിക്കുന്ന നമ്മൾ ഈ കാണുന്നതാണ് തൃക്കടവൂർ ശിവരാജു. തൃക്കടവൂർ ശിവരാജ് അതാണ്ട് ഇപ്പോൾ വാഹനത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ആനക്കേരളത്തിൻ്റെ ഗജരാജന്മാരിൽ പ്രധാനിയായി ഇന്ന് കേരളത്തിൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗജവീരൻ എന്നറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജുവാണ് പെരുമ്പുഴയുടെ മണ്ണിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പെരുമ്പുഴ ആനയെ വാഹനത്തിൽ നിന്നും പുറത്തിറക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ സ്വീകരണമാണ് ഫ്രണ്ട്സ് ടീം ഒരുക്കിയിരിക്കുന്നത്. നിരവധി ആളുകളാണ് പെരുമ്പുഴയിൽ. ഒരു വൻ ജനാവലി തന്നെ ഈ ഗജവീരനെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഇതാണ് തൃക്കടവൂർ ശിവരാജു. ആനക്കേരളത്തിൻ്റെ തലയെടുപ്പുള്ള നിരവധി ആരാധകരുള്ള ലക്ഷക്കണക്കിന് ആരാധകരുള്ള കേരളത്തിലെ കരിവീരൻ തൃക്കടവൂർ ശിവരാജു പെരുമ്പുഴയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ആനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 37 വർഷങ്ങൾക്ക് മുമ്പാണ് തൃക്കടവൂരപ്പൻ്റെ മുമ്പിലെത്തുന്നത്. കോന്നിയിൽ നിന്നും ആണ് ആനയെ തൃക്കടവൂർ എത്തിച്ചത്. 37 വർഷങ്ങൾക്ക് മുമ്പ് തൃക്കടവൂരുള്ള 8 കരക്കാർ ചേർന്നാണ് ഈ ആനയെ ക്ഷേത്രത്തിലേക്ക് നടയിരുത്തിയത്. അന്ന് മുതൽ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളായിരുന്നു ഒന്നാം പാപ്പൻ. എന്നാൽ പിന്നീട് ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പാപ്പാൻ പിന്നീട് മാറുകയും അതിനുശേഷം മറ്റൊരു പാപ്പാൻ വരികയും ചെയ്തു. എന്നാൽ ആ പാപ്പാനെ ആന കുത്തിക്കൊല്ലുന്ന ഒരു ഭയാനകമായ കാഴ്ച ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഗോപാലകൃഷ്ണൻ്റെ മകൻ മനോജ് ഒന്നാം പാപ്പാനായി എത്തുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ സവിശേഷം എന്ന് പറയുന്നത് മനോജ് ഒന്നാം പാപ്പാനായി ഇരിക്കുമ്പോൾ മനോജിൻ്റെ അച്ഛൻ, അതായത് ഈ ആനയുടെ ആദ്യ പാപ്പാനായ ഗോപാലകൃഷ്ണനാണ് രണ്ടാം പാപ്പാൻ എന്നുള്ളതാണ് അത് മനോഹരമായ കാഴ്ച. ആനക്കേരളത്തിൻ്റെ ഗജവീരന്മാരിൽ പ്രധാനിയാണ് ഇന്ന് തെക്കിൻ്റെ തേവർ എന്നറിയപ്പെടുന്ന ശിവരാജു. തൃക്കടവൂർ ശിവരാജുവിനെയാണ് ഇപ്പോൾ പെരുമ്പുഴയുടെ മണ്ണിലേക്ക് കാലുകുത്തുകയാണ്. പെരുമ്പുഴയുടെ മണ്ണിലേക്ക് കാലുകുത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നൂറുകണക്കിന്
നൂറുകണക്കിന് ആളുകളാണ് തൃക്കടവൂർ ശിവരാജുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ഇപ്പോൾ തടിച്ചോരിയിരിക്കുന്നത്. ആന ഇറങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. തൃക്കടവൂർ ശിവരാജു പെരുമ്പഴയുടെ മണ്ണിലേക്ക് കാലുകുത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. മനോഹരമായ കാഴ്ച കാണാം നമുക്ക്. ശിവരാജു പെരുമ്പഴയുടെ മണ്ണിലേക്ക് കാല് കുത്തുന്ന കാഴ്ചയാണ്. കേരളത്തിൻ്റെ ഗജവീരന്മാരിൽ പ്രധാനിയായ തൃക്കടവൂർ ശിവരാജു, തലയെടുപ്പുള്ള ആനകളിൽ പ്രധാനി, തെക്കിൻ്റെ തേവറെന്നറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജുവാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ, നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വിരിഞ്ഞ നമുക്ക് കാണാം. ഫ്രണ്ട്സ് ടീമിന്റെ പ്രവർത്തകർ ആനയുടെ മുകളിൽ കയറിയിരിക്കുന്ന കാഴ്ചയാണ്. ഫ്രണ്ട്സ് ആന മുന്നോട്ട് തൃക്കടവൂർ ശിവരാജുവിന് മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. ഫ്രണ്ട്സ് ടീം നമുക്കറിയാം, മനോജിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് തൃക്കടവൂർ ശിവരാജു, ഒന്നാം പാപ്പൻ മനോജിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് തൃക്കടവൂർ ശിവരാജു പെരുമ്പഴയുടെ മണ്ണിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ഒന്നാം പാപ്പൻ മനോജിന്റെ കരങ്ങൾ പിടിച്ചാണ് തൃക്കടവൂർ ശിവരാജു പെരുമ്പിഴയുടെ മണ്ണിലേക്ക് എത്തുന്നത്. മനോജിന്റെ കാര്യം പറഞ്ഞാല് ചരിത്രം രചിച്ച സംഗീതദേവൻ ആകെ കേരളത്തിന്റെ അത്യുന്നതങ്ങൾക്ക് അധിപതിയാകുവാൻ ആരാധനയുടെ സ്ഥാനമാക്കിച്ച ഒരേ ഒരു കടലിൽ വരികയാണ്. തനിക്കായൊരുക്കിയ വേദികളിൽ തന്റെ തിരുനാമം പുലരുന്ന വീഥികളിൽ താൻ വരുന്ന മണ്ണിന്റെയും തെക്കൻ തിരുവനന്തപുരത്തിന്റെയും നാമം കുറിച്ചിട്ട് മടങ്ങുവാൻ കടന്നു വരുന്നു. ഇതിലേക്ക് ശ്രേഷ്ഠാധിപതി നമുക്കിപ്പോ രണ്ട് ആനകളെ മധുരപ്പുറം കണ്ണനും ശിവരാജും ഒന്നിച്ച് എഴുന്നള്ളി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാതെ. ഈ ആറാട്ടുവിള ഒരുക്കുന്ന മധുരപ്പുറം കണ്ണനും അതോടൊപ്പം തന്നെ ഫ്രണ്ട്സ് പെരുമ്പഴ ഒരുക്കുന്ന ശിവരാജും നമുക്കിപ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് ലൈവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. രണ്ടാനകളാണ് കേരളത്തിലെ ഗജവീരന്മാരായ രണ്ടുപേരെ തൊട്ടുരുമ്മിക്കൊണ്ട് ഈ രീതിയിലൂടെ ഈ ജനങ്ങളെയെല്ലാം കാഴ്ചകളെ ആസ്വദിപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന കാഴ്ചയാണ്. മനോജിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിരുന്ന വരികയാണ് ശിവദാസൻ. മലനാടും കിടന്ന് തിരുവിതാംകൂറിന്റെ പെരുമയ്ക്ക് മഹനീയതയുടെ തിലകം ചൂടുന്ന ശിവദാസൻ തർക്കമില്ലാത്ത തറവാടിത്തത്തോടെ തെക്കിന്റെ നാട് അടക്കി വാഴുന്ന തിരുവിതാംകൂറിന്റെ സർവനായകൻ. എണ്ണമറ്റ വേദികളിൽ എഴുന്നള്ളി അംഗീകാരങ്ങളുടെ നിറവിൽ ചരിത്രം രചിച്ച സംഗീതദേവൻ ആകെ കേരളത്തിന്റെ അത്യുന്നതങ്ങൾക്ക് അധിപതിയാകുവാൻ ആരാധകരുടെ അകരാരിൽ സ്ഥാനമാപ്പിച്ച ഒരേ ഒരു കടവുകാൻ വരികയാണ്. തനിക്കായി ഒരുക്കിയ വേദികളിൽ തന്റെ തിരുനാമം പുലരുന്ന വീഥികളിൽ താൻ വരുന്ന മണ്ണിന്റെയും തെക്കൻ തിരുവനന്തപുരത്തിന്റെയും നാമം കുറിച്ചിട്ട് മടങ്ങുവാൻ കടന്നു വരുന്നു. ഇതിലേക്ക് ശ്രേഷ്ഠാധിപതി ആനപ്രേമികൾക്ക് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കേരള പ്രൈം ടുഡേ ഒരുക്കിയിരിക്കുന്നത്. രണ്ട് കരിവീരന്മാർ, കേരളത്തിലെ രണ്ട് കരിവീരന്മാർ, മധുരപ്പുറം കണ്ണനും തൃക്കടവൂർ ശിവരാജുവും, രണ്ടുപേരും രണ്ട് സുഹൃത്തുക്കളെ പോലെ രണ്ട് ഒന്നാം പാപ്പന്മാരുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഇത് ഈ വഴി കടന്നു വരികയാണ്.
ആനപ്രേമികൾ കാത്തിരുന്ന ഒരു കാഴ്ച തന്നെയാണ്. രണ്ട് കരിവീരന്മാർ ഒരുമിച്ച്, രണ്ട് സുഹൃത്തുക്കളെ പോലെ പെരുമ്പഴയുടെ മണ്ണിലൂടെ നടന്നു വരുന്ന ഒരു വലിയ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
മണ്ണാലും അതിനെല്ലാം മുകളിൽ എഴുന്നള്ളി നിൽക്കുമെന്ന് എന്നും പറഞ്ഞ നാട്ടാന ചെന്നും ഇതിനു മുകളിൽ ഒരാവേശം മുഴക്കാൻ ആറുണ്ടെന്നും ലക്കം ഘട്ടങ്ങളിൽ നിന്ന് നടക്കും പലക്കളകളും ആശ്രീയ പൂജസാഗരങ്ങളും കീഴടക്കി നിന്ന ഒരേ ഒരു തെക്കിന്റെ താവ്. അതെ, ഏതെല്ലാം വേദികൾ കാത്തിരുന്നാലും എവിടെയെല്ലാം ആവേശം നിറഞ്ഞാലും അവിടെയെല്ലാം താരമായി അവതരിക്കുന്ന തിരുവനന്തപുരം വലിയാന മാതംഗ ഗജരാജ പ്രജാപതി രാധരത്നം തൃക്കടവൂർ ശിവരാജു തനിക്കായി ജീവിതം തന്നെ മാറ്റിവെച്ച അച്ഛനും മകനുമായ ചെറുപ്പക്കാർ ഗോപാലകൃഷ്ണാശാന്റെയും മനോജിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിത് വരികയാണ് ശിവദാസൻ. തിരുവിതാംകൂറിന്റെ പെരുമയ്ക്ക് തർക്കമില്ലാത്ത തറവാടിത്തത്തോടെ തെക്കിന്നത് അടക്കി വീഴുന്ന തിരുവിതാംകൂറിന്റെ ശൈവനായകൻ എണ്ണമറ്റ വേദികളിൽ എഴുന്നള്ളി നിന്ന് അംഗീകാരങ്ങളുടെ നിറവിൽ ചരിത്രം രചിച്ച ശങ്കരദേവ് ആണ് കേരളത്തിന്റെ അത്യുന്നതങ്ങൾക്ക് ഭൂതിയാകുവാൻ ആരാധകരുടെ അകനായി സ്ഥാനമാപ്പിച്ച ഒരേ ഒരു കടവൂരാൻ വരികയാണ്. തനിക്കായി ഒരുക്കിയ വേദികളിൽ തന്റെ തിരുനാമം പുലരുന്ന വീഥികളിൽ താൻ വരുന്ന മണ്ണിന്റെയും തെക്കൻ തിരുവിതാംകൂറിന്റെയും നാമം കുറിച്ചിട്ട് മടങ്ങുവാൻ കടന്നു വരുന്നു. ഇതിലേക്ക് ഏകസഖ്യശ്രേഷ്ഠാധിപതി ശിവരാജു. എല്ലാം വന്നാലും അതിനെല്ലാം മുകളിൽ എഴുന്നള്ളി നിൽക്കാൻ എന്ന് എന്നും പറഞ്ഞ് നാട്ടാടെ ചെല്ലും. ഇതിനു മുകളിൽ ഒരാവേശം മുഴക്കാൻ ആറുണ്ടെന്നും ലക്കം ഘട്ടങ്ങളിൽ നിന്നും നടക്കും പടക്കളങ്ങളും മാറ്റിയേറിയ പൂരസൗകര്യങ്ങളും കീഴടക്കി നിന്ന ഓരോ തെക്കിന്റെ താവ്. അത് ഏതെല്ലാം വേദികൾ കാത്തിരുന്നാലും എവിടെയെല്ലാം ആവേശം നിറഞ്ഞാലും അവിടെയെല്ലാം താരമായി അവതരിക്കുന്ന തിരുവനന്തപുരം മാതംഗ ഗജരാജ പ്രജാപതി രാധരത്നം തൃക്കടവൂർ ശിവരാജു തനിക്കായി ജീവിതം തന്നെ മാറ്റിവെച്ച അച്ഛനും മകനുമായ ചെറുപ്പക്കാർ ഗോപാലകൃഷ്ണാശാന്റെയും മനോജിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിത് വരികയാണ് ശിവദാസൻ. പലനാടൻ കിടന്ന തിരുവിതാംകൂറിന്റെ പെരുമയ്ക്ക് മഹനീയതയുടെ തിലകം ചൂടിച്ച ശിവദാസൻ തർക്കമില്ലാത്ത തറവാടിത്തത്തോടെ തെക്കിന്റെ നാട് അടക്കി വാഴുന്ന തിരുവിതാംകൂറിന്റെ ശൈവനായകൻ എണ്ണമറ്റ വേദികളിൽ എഴുന്നള്ളി നിന്ന് അംഗീകാരങ്ങളുടെ നിറവിൽ ചരിത്രം രചിച്ച ശങ്കരദേവ് ആണ് കേരളത്തിന്റെ അത്യുന്നതങ്ങൾക്ക് ഭൂതിയാകുവാൻ ആരാധകമായി സ്ഥാനമാർജിച്ച ഒരേ ഒരു കടവൂരാൻ വരികയാണ്. തനിക്കായി ഒരുക്കിയ വേദികളിൽ തന്റെ തിരുനാമം പുലരുന്ന വീഥികളിൽ താൻ വരുന്ന മണ്ണിന്റെയും തെക്കൻ തിരുവിതാംകൂറിന്റെയും നാമം കുറിച്ചിട്ട് മടങ്ങുവാൻ കടന്നു വരുന്നു. ഇതിലേക്ക് ഏകസഖ്യശ്രേഷ്ഠാധിപതി തെക്കിന്റെ താവ് തൃക്കടവൂർ ശിവരാജു.
നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തൃക്കടവൂർ ശിവരാജു മാത്രമല്ല, നിരവധി ആനകളാണ് തൃക്കോയിക്കൽ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തൃക്കടവൂർ ശിവരാജു എത്തിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ മധുരപ്പുറം കണ്ണനാണ് അടുത്തത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെ 2 ആനകൾ കൂടി എത്തുന്നുണ്ട്. ഈ മധുരപ്പുറം കണ്ണനാണ് ഇപ്പോൾ പോകുന്നത്. അടുത്തത് കേശവൻ എന്ന ആനയാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. അടുത്തത് രാജശേഖരൻ എന്ന ആനയും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ 4 ആനകളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയാണ് തൃക്കോയിക്കൽ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. തൃക്കടവൂർ ശിവരാജു പെരുമ്പഴയുടെ മണ്ണിലെത്തിയിരിക്കുകയാണ്. ആന കേരളത്തിന്റെ ആനപ്രേമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരിവീരനാണ് തൃക്കടവൂർ ശിവരാജു. തൃക്കോയിക്കൽ അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഫ്രണ്ട്സ് പെരുമ്പഴ ടീം ആറാട്ടുവിള തുടങ്ങിയവർ അണിയിച്ചൊരുക്കുന്ന കരിവീരന്മാരാണ് ഇപ്പോൾ ഇവിടെ നിരക്കുന്നത്. നമുക്ക് കാണാം തൃക്കടവൂർ ശിവരാജു, അതേപോലെ തന്നെ മധുരപ്പുറം കണ്ണൻ, കേശവൻ, അങ്ങനെ നിരവധി 4 ആനകൾ, 4 കരിവീരന്മാരാണ് ഇപ്പോൾ ഇവിടെ അണിനിരന്നിരിക്കുന്നത്. തൃക്കോയിക്കൽ അമ്പലത്തിലെ ഉത്സവമായിട്ട്, തൃക്കൊടിയേറ്റ് മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് കരിവീരന്മാർ ഇവിടെ അണിനിരന്നിരിക്കുകയാണ്. 4 കരിവീരന്മാരാണ് ഇപ്പോൾ നമ്മുടെ പെരുമ്പുഴയിൽ തൃക്കോയിക്കൽ ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അണിനിരന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനിയാണ് തൃക്കടവൂർ ശിവരാജു. ലക്ഷണമൊത്ത ആനകളിൽ ഒന്നാണ് തൃക്കടവൂർ ശിവരാജു. പെരുമ്പഴയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര തൃക്കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. 4 കരിവീരന്മാർ അണിനിരക്കുന്ന ഘോഷയാത്ര ഇന്ന് വൈകിട്ടാണ് ഗജഘോഷയാത്രയൊക്കെ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായി
നിരവധി കരക്കാർ അണിയിച്ചൊരുക്കുന്ന കരിവീരന്മാരാണ് ഇപ്പോൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. നാല് കരിവീരന്മാരിൽ ഏറ്റവും പ്രധാനി തൃക്കടവൂർ ശിവരാജ്, തെക്കിന്റെ തേവർ എന്നറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജു പെരുമ്പഴയിലെത്തിയിരിക്കുന്നു. ഈ തൃക്കടവൂർ ശിവരാജുവിനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നിരവധി ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇപ്പോൾ
ഈ കരിവീരന്മാർ എല്ലാം തൃക്കടവൂർ ശിവരാജ് ഉൾപ്പെടെയുള്ള കരിവീരന്മാരെല്ലാം ഇപ്പോൾ തൃക്കോയിക്കൽ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. തൃക്കോയിക്കൽ ക്ഷേത്രത്തിന് വലം വെക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെക്കൻ തട്ടകത്തിൽ നിന്ന് വടക്കൻ തനിക്കായി ജീവിതം തന്നെ മാറ്റിവെച്ച അച്ഛനും മകനുമായ കൊട്ടക്കാർ ഗോപാലകൃഷ്ണനാഥന്റെ ഈ മനോജിന്റെ യാത്ര